ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കാണുക, അതുപോലെ ലൈക്ക്, സബ്, ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്തവർ മറക്കാതെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ കമൻറ്റ് നമുക്ക് ഇഷ്ടംപോലെ കമൻറ്റ് വരുന്നുണ്ട്, പക്ഷെ അത്രമാത്രം ലൈക്കൊന്നും അധികം വരാറില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ടിന് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ടും കൂടെ കട്ടയ്ക്ക് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ ദിവസമായല്ലോ അല്ലേ, കല്യാണ തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണ വീഡിയോകളും അതിൻ്റെ സൽക്കാരങ്ങളും അങ്ങനത്തെ വീഡിയോ ഒക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി മുതൽ ഇതാ നമ്മുടെ സ്വന്തം കുഞ്ഞ് അടുക്കളയിലെ വിശേഷങ്ങളായിട്ടാണ് ഇനി ഉണ്ടാവുക. ഇനിയിപ്പോൾ ഏതെങ്കിലുമൊക്കെ സൽക്കാരോ കല്യാണങ്ങളൊക്കെ ആയിട്ട് വേണം കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ ഈ ഒരു കുഞ്ഞടുക്കളയിലെ കുഞ്ഞു വിശേഷങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ എവിടേക്കെങ്കിലൊക്കെ പോകുകയെന്ന് വെച്ചാൽ നമ്മൾ എന്നും ഇപ്പോൾ എങ്ങോട്ടാണ് പോകുകയല്ലേ, നമുക്ക് എന്തായാലും നമ്മളെ വീടും അടുക്കളയും തന്നെയാണ് എന്നും നമ്മുടെ ടൂർ കേന്ദ്രം അടുക്കള തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിതാ രാവിലത്തെ ചായക്ക് കടി നല്ല ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ചപ്പാത്തി മുഴുവനൊക്കെ ഒന്ന് പരത്തിയെടുക്കട്ടെ, എന്നിട്ട് നമുക്കൊക്കെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ചപ്പാത്തി പരത്തി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ കറി കിഴങ്ങും അതുപോലെ നമ്മളെ ഗ്രീൻ പീസും ഒക്കെ ഇട്ടിട്ട് നല്ലൊരു സൂപ്പർ കറി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും കറി ഉണ്ടാക്കണതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഞാനിന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചല്ല, അപ്പോൾ പക്ഷേ പിന്നെയും മനസ്സൊക്കെ ടെൻഷൻ ഇടാതെ ഇരുന്നാലും നമുക്കൊരു ടെൻഷൻ. നമ്മളൊരു ദിവസത്തെ വീഡിയോ ഇടാതിരുന്നാൽ തന്നെ വ്യൂസൊക്കെ ഇങ്ങനെ ബാക്കൊക്കെ ഇങ്ങനെ പോകുക കേട്ടോ. മുന്നോട്ട് എന്തായാലും വരുന്നില്ല, ബാക്കൊക്കെ പോകുമല്ലാതെ. അപ്പോൾ നമ്മുടെ മിന്നൂസിന് തുറന്നിട്ട് അവൾ എന്തോ അവിടെ അടിയിൽ ഒരു കൂറനെ കണ്ടിട്ട് അത് തിരയാണ് കേട്ടോ. കൂറ ഓടുകയും ചെയ്തു. അങ്ങനെ ഇതാ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഇതാ നല്ല അടിപൊളിയായിട്ട് ചുട്ടിന്നെടുക്കുക. അപ്പോൾ ഒരുപാട് നമ്മൾ തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇടുമ്പോഴാണ് ചപ്പാത്തി ബലം വെച്ച് ഇങ്ങനെ വരിക കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ മറിക്കല്ല് നമ്മൾ ചപ്പാത്തിയൊക്കെ നല്ലതുപോലെ അങ്ങോട്ട് പൊന്തി വരും കേട്ടോ. അപ്പോൾ പിന്നെ മറിച്ചിടരുത്. അപ്പോൾ ഈ പൊന്തി വന്നതിന് ശേഷം നമ്മളെടുത്ത് ഹോട്ട് ബോക്സിൽ ഇടുക ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് നല്ല സോഫ്റ്റ് ചപ്പാത്തിയായിട്ട് കിട്ടും. നമ്മൾ ഒരുപാട് നേരം ചട്ടിയിലിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പെട്ടെന്ന് മറിച്ചും തിരിച്ചും ഇങ്ങനെ ഇടുമല്ലോ, അപ്പോഴാണ് നമ്മുടെ ചപ്പാത്തി ഒരു കല്ലപ്പ് വരിക കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചുട്ടുനോക്കി. പിന്നെ നമ്മൾ പരത്തുന്ന സമയത്ത് ഒരുപാട് പൊടിയും ഇടരുത് കേട്ടോ. പൊടി അധികം ഇടാതെ തന്നെ പരത്താണെങ്കിൽ ഞങ്ങൾ ചപ്പാത്തിയൊക്കെ നല്ല ഉഷാറായിട്ട് വരും. അങ്ങനെ അതാ നമ്മൾ ചപ്പാത്തി ചുടലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ മോനെ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞമ്മക്ക് കറി ഇന്നലത്തെ മീൻകറി ആയിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ ചപ്പാത്തിക്ക് മീൻകറി ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ വൃത്തിയാക്കി അവിടെ വെച്ച് അടുത്ത പരിപാടി ഇതാട്ടോ. നമ്മൾ കൂന്തള മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കൂന്തളൊക്കെ ഒന്ന് കട്ടാക്കി നല്ല വൃത്തിയാക്കി എടുത്തിട്ട് ഒന്ന് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കളെപ്പോഴും പറയും കേട്ടോ, കൂന്തൾ വാങ്ങിയാൽ പിന്നെ ഒരുപാട് മസാല ഇടരുത് കേട്ടോ. അപ്പോൾ അവർക്ക് മസാല ഇട്ടിട്ട് നല്ല നമ്മൾ ഗ്രേവി പോലെ ആക്കും, അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. മസാല കുറച്ച് വെക്കാനാട്ടോ എപ്പോഴും പറയാം. അപ്പോൾ എന്തായാലും ഞാനൊന്ന് തിളപ്പിച്ചെടുത്തതാ കുറച്ച് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് നമ്മൾ കൂന്തൽക്കുള്ള റോസ്റ്റ് ചെയ്യാനുള്ള ഉള്ളി ആണ് കേട്ടോ അത്. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഊറ്റുകയാണ്. ഊറ്റി ഒന്ന് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് കൊണ്ട് തക്കാളി ഉള്ളി അതൊക്കെ വെന്തതിന് ശേഷം വാടിയതിന് ശേഷം ഇതിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മക്കൾക്ക് എപ്പോഴും ഇങ്ങനെ ഒരുപാട് കൂന്തൾ ചെറിയതാക്കി കട്ട് ചെയ്താലും നമ്മളതൊന്ന് വെച്ച് കഴിയുമ്പോൾ പിന്നെ അത് കാണുന്നല്ല കേട്ടോ. വെറും മസാല മാത്രമായിരിക്കും കേട്ടോ ഞാൻ കൂന്തൾ വെച്ചാൽ. അപ്പോൾ മക്കളെപ്പോഴും പറയും, അത് കൂന്തളാണോ അത് ഉള്ളിയും തക്കാളിയും വാട്ടിയതാണോ ചോദിക്കും കേട്ടോ. അപ്പോൾ സംഭവം കൂന്തൾ പറ്റങ്ങോട്ട് ചുഞ്ഞേതാക്കി മുറിക്കുമ്പോൾ അതങ്ങോട്ട് തീൻ്റെ ചൂട് തട്ടുമ്പോൾ അതൊന്നുകൂടി ചെറിയതാവുകയല്ലേ ചെയ്യുക. അപ്പോൾ ഞാനെന്തായാലും ഇന്ന് മസാലയൊക്കെ കുറച്ച് കൂന്തളൊക്കെ നല്ല വലിയ പീസാക്കി തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ഉള്ളിയും തക്കാളി ഇതിൽ വാടിയേക്ക് മഞ്ഞളും മുളകും മല്ലിയും കുറച്ച് നമ്മളെ വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി കുറച്ച് കുരുമുളകൊന്ന് പൊടിക്കണം കേട്ടോ. കുരുമുളകിൻ്റെ പൊടി ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇതൊന്ന് റെഡിയാകുമ്പോഴത്തേനും നമുക്ക് കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കൂന്തളം ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല വലിയ പീസുകളായിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഇങ്ങനെ മസാല കുറച്ച് വെക്കുകയാണെങ്കിൽ അതിൽ മീനൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണും കേട്ടോ. അപ്പോൾ പറ്റങ്ങോട്ട് ചെറിയതാക്കിയിട്ട് മുറിക്കുമ്പോൾ ഞാൻ മസാലയൊക്കെ റെഡിയായി ഇടുമ്പോഴത്തേനും ചിലപ്പോൾ കൂന്തൾ
കാണില്ല കേട്ടോ. അത്ര അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം മക്കളൊക്കെ ഇങ്ങനെ കളിയാക്കും, ഇതിപ്പം മീൻ വെച്ച പോലെ ഒന്നും ഇല്ലല്ലോ, ഇതിപ്പോൾ ഉള്ളിയും തക്കാളിയും വാട്ടിയ പോലെ ഉണ്ടായില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു ചെറിയ പൊട്ടിങ്ങനെ കാണുന്നല്ലാതെ കൂന്തളൊന്നും കാണലില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കൂന്തളൊക്കെ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇത്രയും മസാല ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ പൊടിക്കാൻ വെച്ചത് ഉണ്ടായിരുന്നില്ല കേട്ടോ, പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പൊടിക്കാനൊക്കെ പോയപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കുരുമുളക് പൊടി ഇട്ടാലേ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നല്ലൊരു രസമാണ്. എനിക്ക് വലിയ ഇങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ കൂന്തൾ മീൻ, ഞാൻ അങ്ങനെ കഴിക്കാറില്ല. എന്നാലും ചില സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് അങ്ങനെ കഴിക്കും തന്നെ ഉള്ളൂ. അങ്ങനെ നമുക്ക് കൂന്തൾക്ക് നല്ലൊരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് പപ്പടങ്ങൾ പൊരിച്ച് മാറ്റട്ടെ. അപ്പോൾ പപ്പടം ഇട്ടിട്ട് ഒരു അടിപൊളി സിമ്പിളായിട്ടൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ലേ ഒന്നും നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ പഴയ ആൾക്കാർ പണ്ടത്തെ വല്യമാരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണ എന്ന് പറഞ്ഞ് കേക്കിട്ടിരിക്കണം. അപ്പോൾ ഒരു ദിവസം നമ്മളെ മോന് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ വലിയ മോൻ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ബീഫ് വരട്ടിയൊക്കെ ഇങ്ങനെ ഒരു പപ്പടക്കറി ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായിക്കണം. അപ്പോൾ പപ്പടക്കറി ഉള്ളി തക്കാളി അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊന്നും ഇടാറില്ല കേട്ടോ. അത് സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്, നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടുനോക്കി. അപ്പോൾ അതാ കുറച്ച് ചട്ടി വെച്ചിരിക്കണ്, അതിക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും ഒന്ന് വാട്ടിയിട്ട് അതിക്ക് നമ്മുടെ താളിപ്പ് ഒഴിച്ചെടുക്കണം. താളിക്കൂല നമ്മൾ ഇലയൊക്കെ താളിക്കുന്ന പോലെ ഉള്ളി ഇതാ വാടിയതിന് ശേഷം കുറച്ച് കഞ്ഞിവെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കാക്കാക്ക് ഉള്ളി ഒരുപാട് കരിയുന്നത് ഇഷ്ടമല്ല കേട്ടോ, ഒരു ചെറിയ പാകത്തൊന്ന് വാടി കിട്ടണം, അങ്ങനെ കേട്ടോ ഇഷ്ടം. ഒരുപാട് കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകുമെന്ന് പറയുന്നൊക്കെ. അപ്പം അങ്ങനെ ഇതാ നമ്മുടെ കഞ്ഞിവെള്ളം ഒന്ന് താളിച്ചെടുക്കുന്നു. അപ്പോൾ പപ്പടം എന്താണ് ചെയ്യണതെന്ന് നോക്കിക്കോളി. അപ്പോൾ വെറൈറ്റി സംഭവമാണ് കേട്ടോ, വേറെ ഒന്നും അല്ലാതെ ഒരു പപ്പടം എടുത്തിട്ട് നമ്മൾ കഞ്ഞിവെള്ളം താളിപ്പുണ്ടല്ലോ അതിക്കണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല രസമാണ് കേട്ടോ കഞ്ഞിവെള്ളം താളിച്ചത്. നല്ല കൂന്തൾ റോസ്റ്റും അതിൻ്റെ കൂടെ ഈ ഒരു താളിപ്പും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ പക്ഷേ ആദ്യമൊന്നും എനിക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ. മക്കൾക്ക് ഇതുപോലെയൊക്കെ കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാവും. എരിയും പുളിയും ഉപ്പും ഒന്നും ഇല്ലാത്തൊരു കറിയല്ലേ, അപ്പോൾ അവർക്ക് അങ്ങനത്തെയൊക്കെ ഒന്നും ഇഷ്ടം. ഒരുപാട് എരിവോ പുളിയോ ഒന്നും ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞമ്മക്കാണെങ്കിൽ നല്ല എരിയും പുളിയുള്ള കറിയൊക്കെ കൂടിയ ചോറിനാണ് കേട്ടോ ഇഷ്ടം. ഞാനെന്തായാലും വേറെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാതും കഴിഞ്ഞ് അപ്പോൾ മോൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനുള്ള ചോറെടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ കൂന്തൾ ഫ്രൈയും അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊക്കെ 1 കിലോനൊക്കെ കൂന്തൾ വാങ്ങിയാൽ ഇവിടെ ഒന്നും അല്ല കേട്ടോ, കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇത് പിന്നെ നമ്മൾ കിഴങ്ങ് പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ചെറിയവന് പൊരിച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ നമ്മുടെ കറിയും കുറച്ചുണ്ട് കേട്ടോ, ഗ്രീൻ പീസും മസാലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ കറി ഇതാണ് കേട്ടോ, ഞാനിതേ കഴിക്കുള്ളൂ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കറികളാകുമ്പോൾ എനിക്ക് പിന്നെ മറ്റൊരു കറികളും ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒരു കറി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറ് പള്ളർച്ച് തിന്ന കേട്ടോ. അങ്ങനെ മോന് ചോറൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കട്ടെ. അപ്പോൾ അവനെന്താ പപ്പടവും കിഴങ്ങ് പൊരിയും എല്ലാം കൂട്ടിയിട്ട് മക്കൾക്കൊക്കെ ചോറൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഇതിപ്പോൾ നമ്മളെ വീട്ടിലൊരു ആമ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഒരു വീഡിയോയിലൊക്കെ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അത് കുറേ ദിവസമായിട്ട് ഞാൻ ചെറിയ മോനോട് പറയുന്നു, അതിപ്പോൾ നമ്മൾ കരയത്ത് നമ്മൾ ബക്കറ്റിൽ ജീവിക്കേണ്ട ജീവിയല്ലല്ലോ, വെള്ളത്തിൽ ജീവിക്കേണ്ടതല്ലേ. അപ്പോൾ നമ്മൾ പാടത്ത് നമ്മൾ അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ആ കുളത്തിൽ കൊണ്ടിടാൻ പോവുകയാണ്. അപ്പോൾ അത് സുഖമായിട്ട് നീന്തി കളിച്ച് രസിച്ച് ജീവിക്കട്ടെ അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.